അങ്ങനെ ഒരാൾ വന്നാൽ ഇത് വേണമെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ ഉറപ്പായിട്ട് ഞാൻ പുതിയ കയ്യാനുള്ള വേറെ മേടിച്ചു കൊടുക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു അടിപൊളി വീഡിയോ ആണ്. ഞാനിവിടെ ചായ നിൽക്കുന്ന ഒരു 15-20 കിലോ തുണിയുണ്ട്, 10-20 കിലോ സാധനമുണ്ട്. ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞോണ്ട് നിർത്തിയതാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ റൂമില് ഫുള്ള് വാരി കൂട്ടിയിട്ടേക്കുവാണ്. ഇത് വാരി കളയാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അലമാരിൽ നിന്ന് വലിച്ചു അടിച്ചിട്ടേക്കുന്ന പഴയ തുണികളാണ്. പഴയ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എനിക്കിത് കണ്ടു കഴിഞ്ഞിട്ട് കളയാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കളയാൻ നോക്കിയാൽ ഇതിനകത്ത് കുറേ തുണികൾ ഞാൻ എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അടി നിങ്ങളൊന്ന് കാണേണ്ടതായിരുന്നു. അടി കൂടിയിട്ട് അടി കഴിഞ്ഞപ്പോഴാണ് ഇത് വാരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ഇവിടെ പറഞ്ഞു ഇത് വാരിക്കൊണ്ട് വാ, നമുക്കത് ഒരിടത്ത് ഇതുണ്ടോ ഇവിടെ കുറച്ച് വേസ്റ്റ് സാധനമൊക്കെ ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ ബെഞ്ച് വെക്കുക. ഇത് കളയാൻ വെച്ചല്ലേ, നിലത്ത് വെക്കാലോ. എനിക്ക് കാണിക്കാൻ വേണ്ടിട്ടാ കേട്ടോ. അല്ല, ഓരോന്നും അല്ല. ഇത് കണ്ടോ, നല്ലൊരു ടോപ്പാ അല്ലേ? ബുദ്ധിമുട്ട് മനസ്സിലാവും. നല്ലൊരു ടോപ്പല്ലേ? ഇത് നല്ലൊരു ടോപ്പ് വണ്ടിയുടെ മേലിടുക കേട്ടോ. ഇത് വേണ്ട, ഇവള് തന്നെ കഷ്ടപ്പെട്ട് ഇവള് തന്നെ തയ്ച്ച ഒരു ഉടുപ്പാ. പക്ഷെ ഭയങ്കര ചൂടായി ചൂടാ അല്ലേ? ഓക്കെ, അത് ഒഴിവാക്കി. ഇതോ ഇതും ചൂടാ. അത് ഞാന് എന്റെ ഒരു നൈറ്റ് വെച്ച് തയ്ച്ചതാ. അത് ഒഴിവാക്കി. ഇത് പാമ്പറിനകത്ത് അല്ലെങ്കിൽ വെക്കാൻ അത് പാമ്പറിനകത്ത് വെക്കാം ഇല്ലേ? ഇതുണ്ട്, നല്ല അടിപൊളി കളറുള്ള സാധന. നല്ല പക്ഷേ അത് ഫീഡിങ്ങിന്റെ രണ്ട് ഇതായി പോയി. ഫീഡിങ്ങിന്റെ ഇത് നല്ല സൂപ്പർ ടോപ്പാ. ഒരു പോർല പോലും ഇല്ല, കീറലും ഇല്ല, പോർലും ഇല്ല. തിരിച്ചിട്ടുണ്ടോ ഒരു ഇതുമില്ലാത്ത സാധനം. ഇത് പാമ്പറിനകത്തൊക്കെ എടുക്കുന്നുണ്ടോ? നോക്കാം, ഈ സൈഡിലേക്ക് വെക്കുക. ഇത് മൊത്തം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചൂടാണേ, ചൂടാ. പോളിസ്റ്റർ ആണേലും ഈ സാധനം എന്ന് പറഞ്ഞാൽ കിടില്ല സാധനമല്ലേ? ഇതൊക്കെ ഇട്ട് വന്നാണ്ടല്ലോ എന്നാ ഇത് വീഡിയോയ്ക്ക് ഇതിനകത്ത് ഇതൊക്കെ ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ മില്യൺ ലൈക്കാം. വേണോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ് മാറ്റി ഓടുന്ന? അപ്പൊ ഇത് കണ്ടില്ലേ, ഇതും കഷ്ടപ്പെട്ടിരുന്ന് തയ്ച്ചതാ. നല്ല രസം ഉണ്ടായിരുന്നു ഇത്. ഇത് കണ്ടോ, ഇതും ഇവിടെ ഒഴിവാക്കുകയാണ്. ഇതും ഫീഡിങ് ആണെന്ന് തോന്നുന്നല്ലേ? എല്ലാം ഫീഡിങ് ഇതില് ഒന്നും ഫീഡിങ് അല്ലാത്ത ഇല്ല. എടുത്ത് വെച്ചാൽ ഉപകാരപ്പെടും. പിന്നെ ഒക്കെ ഫീഡിങ് എന്നെ കൊണ്ടെങ്കിൽ പറ്റിയ മരത്തിൽ പറയാതെ അത് ഇങ്ങോട്ട് വെച്ചാൽ ചായ പാമ്പറി വെക്കാം. എനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല. അപ്പൊ ഇതും അത് പാമ്പറി വെക്കാം. ഇത് നല്ല കിട്ടുന്ന സാധനം കേട്ടോ. പാമ്പ് വെക്കാൻ ഇപ്പഴാ കളഞ്ഞിട്ടാ പറയുന്നത് അല്ലേ? ഇതും കളയല്ലോ. ഇത് കോട്ടൺ അല്ലേ? അതൊക്കെ കോട്ടൺ. ഇതൊന്നും ഒരു പോറൽ പോലെ ഇത് തിരിച്ചിട്ടാൽ ഇതുണ്ട്, മറിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചിട്ടാൽ നല്ല അടിപൊളി ലവ് ഒക്കെ ഉള്ള സാധനം. ഇത് ബനിയൻ ക്ലോത്താ. അല്ല, ഇത് കൊള്ളില്ല വെക്കാനായിട്ട്. കോട്ടൺ അല്ല, ഒന്നും കോട്ടൺ അല്ല ആണല്ലേ? ഇതൊക്കെ പിന്നെ ഇതുണ്ടോ? ഇത് നല്ല അടി. ഇതൊക്കെ നല്ല ആ വീഡിയോയിൽ വന്നപ്പോ നല്ല രസമായിരുന്നു ഈ സാധനമൊക്കെ ആ സമയത്ത്. അത് നരച്ചുപോയി, മൊത്തം നരച്ചുപോയി. അത് ഈ ബനിയൻ ക്ലോത്ത് നമ്മള് ഉപയോഗിച്ച് വെയിലത്തിട്ട് ഉണക്കുന്നോണ്ടായിരിക്കും. വേണ്ടി വരും. ഇവിടെ വേറെ കളി കാണാം. ഫീഡിങ് അല്ല, എന്റെ വേദന ഇപ്പോഴും പോയിട്ട് എന്റെ സ്റ്റിച്ചിന്റെ വേദന ഇപ്പോഴും ആകിട്ടില്ല. അപ്പോഴാ കോപ്പ് ആദ്യം ഓഫ് ചെയ്തടാ. ആദ്യം അവിടെ വെള്ളത്തിലാണ്. സ്റ്റിച്ച് ഇതുവരെ കരിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടില്ലേ എന്നെ എണ്ണ വെക്കല്ലേ? ഇതുണ്ടോ? ഇത് കൊള്ളാം. എന്നാ പറ്റി? ഇത് കണ്ടോ അടുത്തത്? ഓരോ പാമ്പറിനകത്ത് ഇത് മൊത്തം ഇതെല്ലാം ഒരു പോറിൽ പോലും ഇതൊക്കെ സാധനമാണ്. ഇതുണ്ടല്ലേ?
അമ്മയാണ് ഇച്ചിരി നേരത്തെ കത്തിച്ചത്. മമ്മി നേരത്തെ പറയുന്നുണ്ട്, പക്ഷെ പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് വിഞ്ചിയൊക്കെ ഈറിപ്പോയി ചായ കൈയൊക്കെ. കഴിഞ്ഞ ഇടയ്ക്ക് പള്ളിയിൽ കൊണ്ടുവന്നുണ്ടോ? പള്ളിയിലും ഒന്നും ഉണ്ടായില്ല, അത് അതിന്റെ കൈയൊക്കെ കീറി ഉണ്ടോ? അവിടെയല്ല, ഇവിടെയൊക്കെ കീറിയിട്ടുണ്ട്. അതൊക്കെ എത്ര വർഷങ്ങളായതാന്നറിയോ? ഇനി വരുന്നുണ്ട്, സാധനം ഒന്നും ആയിട്ടില്ല. ഡ്രസ്സുകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാത്രമേ ഉള്ളൂ. എന്റെ മാത്രം അലമാര ഫുള്ള് കാര്യമാക്കി. ഇല്ലില്ല, അലമാരിക്കകത്ത് മേടിക്കാനാണോ ഉദ്ദേശം? ഒന്നും മേടിക്കുന്നില്ല. എന്തോ ഇതൊന്നും നല്ല സാധനമാണ്. ആ ഇത് അടുത്ത മഞ്ഞ, അത് കോട്ടനാ. ഇത് തയ്പ്പിച്ചല്ലേ? അത് തയ്പ്പിച്ചതാ നമ്മള്. ഇതിന് വേണ്ട 500 രൂപ തയ്ക്കൂലിയായി അല്ലേ ഓർണത്തിന്? അന്ന് പറയണ കേട്ട് ഭയങ്കരമായിട്ട് തയ്ക്കൂലിയായി. അത് തന്നെ ഫീഡിങ്ങിന് ഭയങ്കര തയ്യൽ കൂലിയാണ്. സിപ്പൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് അടിച്ചേക്കുന്നുണ്ടല്ലേ. പക്ഷെ ഇത് കളയല്ലേ, വീട്ടിൽ കൂട്ടിയിട്ടേക്കുന്ന സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് നോക്കി നല്ല, ഇതൊക്കെ നീ ഇട്ടോണ്ട് ഒത്തിരി നടന്നിട്ടുണ്ട്. ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. നല്ല സാധനമാണോ നമ്മൾ മേടിച്ചല്ലേ? അല്ല അല്ല, ഞാൻ മേടിച്ചതാ. ഇതൊക്കെ എനിക്ക് ഇട്ടിട്ട് വീഡിയോ ചെയ്യേണ്ട ഇടയ്ക്ക് കളയണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ പോളിസ്റ്റർ അല്ലേ? പോളിസ്റ്ററും അല്ല, കോട്ടൺ, വേറെ എന്തോ ഒരു ടൈപ്പ് തുണി. വീണ്ടും അത് പാകമില്ലേ ചായ? ഇത് പാകമല്ലേ? ഇത് എനിക്ക് പാകമാണല്ലോ. എനിക്ക് പാകമില്ല. ഈ അയറിന്റെ ഇവിടം കൊണ്ടൊക്കെ ടൈറ്റായി. ഞാൻ അത് ലൂസാക്കി, എന്നിട്ടും പാകമില്ല. ഇത് കണ്ടോ അടുത്ത് കുഞ്ഞുടുപ്പ്, അത് കരിമ്പൻ അടിച്ചു കിട്ടോ. കരിമ്പനടിച്ച് നാശമായി. ഉപകാരപ്പെടും അല്ലേ? വെച്ചോ, ഉപകാരപ്പെടും. ഇനി എന്നതാ കാണിക്കുന്നേ? ഇനി വേണ്ടേ കുഞ്ഞുടുപ്പ്, വീണ്ടും അടുത്ത കുഞ്ഞുടുപ്പ്. കേറുന്നു പോലും കേറുന്നില്ല. ചെറുതായി പോയ പിന്നെ അവൾ എന്നെ ചെയ്യും. വീണ്ടും അടുത്ത കുഞ്ഞുടുപ്പ്. അത് ഞാൻ തയ്ച്ചതാ, സ്വയമേ തയ്ച്ച കുഞ്ഞുടുപ്പ്. കുഞ്ഞിതായി പോയി. കൈ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആയി പോകും കൈ. ആണല്ലേ? ഇത് കുറേ ദിവസം ഇപ്പൊ ഇന്നലെ മിനിയാനൊക്കെ തൊട്ട് തുടങ്ങിയത്. എന്തൊരു ചെറിയ ഇങ്ങനെ ആയിപ്പോട്ടെ, തിരിച്ചെടുക്കാൻ വലിയ പാടുപെടുന്നു. ഇങ്ങനെ ആയിപ്പോയി. നീ ഇപ്പൊ പുതാവകാശം തോന്നി ഈ കൈ ഇങ്ങനെ ആയി പോച്ചു പോയി. എനിക്ക് കഴിഞ്ഞ ആഴ്ചയാ ഇനിയുള്ളതും കാണിക്കുന്നുണ്ടോ? ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതും ഉടുപ്പുകളാ. ഇനി കുഞ്ഞുടുപ്പാ. ഇതൊക്കെ പിന്നെ അത് ആദ്യക്കൂട്ടന്റെ ഉപയോഗിച്ച് അന്നക്കുട്ടിക്ക് ഉപയോഗിച്ച് ഇനി ഉപയോഗിക്കണം. അത് കീറിയതാ. എന്റെ പൊന്നെ, നീ ഇത് കളഞ്ഞോ? ഞാൻ കാട്ടി തുളയിട്ടതാണ്. ഏറ്റവും നല്ല വിലപിടിപ്പുള്ള സാധനമാണ്. ഇതൊക്കെ പിന്നെ ഞാൻ ഇട്ട് മടുത്തതാ. പിന്നെ കണ്ടിട്ടുണ്ടല്ലേ പാൻറ്റുകള്. ഓർമ്മല്ലേ നീ മേടിച്ചത്? എങ്ങനെ കളറ് പോയത്? ഇനിയുണ്ട് സാധനം. ഇതുള്ള സാധനം ഞാൻ കാണിക്കണം. അപ്പൊ ശരി, ഇത്ര സാധനങ്ങളാ സുഹൃത്തുക്കളെ കളയാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു വണ്ടിയുടെ ഫ്രണ്ട് തന്നെ. എത്ര രൂപ എടുക്കുന്നു? എല്ലാം കൂടെ 1000 രൂപ. അങ്ങനെ ഇതൊക്കെ മേടിക്കും പൈസ. എല്ലാം കൂടെ എടുത്തു. ആ അപ്പൊ സുഹൃത്തുക്കളെ എത്ര ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ ജസ്റ്റ് ഇത് കളയാൻ വേണ്ടി എടുത്തപ്പോ ഇത് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്താൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാന്ന് നിശ്ചയം പറഞ്ഞു. അങ്ങനെ ഇത് മോശം ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ നമ്മൾ ചിന്തിക്കുന്ന പോലും മോശമാണ്. നമ്മൾ ഉപയോഗിച്ച സാധനമായോണ്ട് ആൾക്കാർക്ക് കാണാൻ ആർക്കെങ്കിലും കൊടുത്തുകൂടെ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ഈ പഴയ നമ്മൾ ഉപയോഗിച്ച സാധനം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം. ആർക്കെങ്കിലും നമ്മളെ കൂടെ പറ്റുവാണെങ്കിൽ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാലും നമ്മളിത് വാരി കെട്ടി വിട്ട് ചാക്കിനകത്ത് എടുത്തൊക്കെ വെക്കും. അതായത് പെരക്കകത്ത് ഒഴിവാക്കി വെക്കും. പിന്നെ അത് പൂത്ത് കഴിയുമ്പോൾ എടുത്ത് അതേ നടക്കുള്ളൂ. അപ്പോൾ അല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആരെങ്കിലൊക്കെ വന്നാലോ? കുഴപ്പമില്ലെന്ന് നമ്മൾ കൊടുക്കാൻ മടിയാണ്. നല്ലൊരെണ്ണം മേടിച്ചു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു വന്നാലും അത്ര നിർബന്ധമാണ് എടുത്ത് നമ്മളാ നല്ല രണ്ടെണ്ണം മേടിച്ചു കൊടുക്കും. അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരാൾ വരണമെങ്കിൽ അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അവർക്കുള്ളൊരു 5000 രൂപ ഡ്രസ്സ് ഞാൻ ഓഫർ ചെയ്യും ഉറപ്പായിട്ടും.
ഇങ്ങോട്ട് വന്നാല് ഇങ്ങോട്ട് അങ്ങനെ ഒരാൾ വന്നാൽ ഇത് വേണമെന്നും പറഞ്ഞ ഒരാൾ വന്നാൽ ഉറപ്പായിട്ട് ഞാൻ അവർക്ക് പുതിയ ഒരു 5000 രൂപ വേറെ മേടിച്ചു കൊടുക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് അതുപോലെ വിളിച്ചിട്ടേ വരാവുള്ളൂ ആരായാലും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. രാവിലെ എനിക്ക് പണിയാകട്ടെ അതൊന്നും വിചാരിക്കരുത്. See you. Good night. അവിടെ നിന്ന് മാറിക്കേ. എന്റെ പോലെ മരുന്നൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്ന തലകറങ്ങി താഴെ പോയി. കൂട്ടാ എന്നാ ശരി, വീഡിയോ കട്ട് ചെയ്യട്ടെ. ആയിക്കോട്ടെ ബൈ ബൈ. ബൈ ബൈ.